ആരെയും സംസാരിക്കാൻ സമ്മതിച്ചില്ല. ഞാൻ 3 പാട്ട് ഒറ്റടിക്കുന്ന അവിടെ പാടി. എന്നിട്ട് പെട്ടെന്ന് എന്നിട്ട് ഒരു 5-6 നോട്ടുമാരും ഒരു ട്രോഫിയും കൊണ്ട് പാവാടയും പിടിച്ചോണ്ട് ഇറങ്ങിയായിരുന്നു വണ്ടിക്ക്. ഫ്ലവേഴ്സിൽ നിന്ന് പോയിട്ട് വന്നുണ്ട് കുറച്ച് റെസ്റ്റ് എടുക്കാന്ന് വിചാരിച്ചു. അതെ, ഒരു 1 ഇയറിന്റെ ഒരു എന്താ പറയാ ഫുള്ള് പ്രാക്ടീസും ഭയങ്കര ക്ഷീണമാണ്. ഇപ്പൊ ഒരു പാട്ട് കിട്ടിയാ അതില് കോൺസെൻട്രേറ്റ് ചെയ്യാനായിട്ട്. കാരണം നമുക്ക് അവിടെ വേറൊരു പണിയില്ലല്ലോ. കിളിയേ കിളിയേ മണിമണി മേഘത്തോപ്പിൽ ഒരു മലർന്നുള്ളാൻ പോകും കൂടെ കൊണ്ടു കാണിക്കാറുണ്ട്. പറയണ്ടായിരുന്നു. പല നാളുകൾ തേടി ഒരു കിന്നാരം മൂളും കുളിരൻ കുളിരൻ. ടോക്ക് ഫ്രെയിമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ഗസ്റ്റ് ഒരു കുട്ടി ഗസ്റ്റാണ്. ഫ്ലവേഴ്സ് ടോപ്പ് സിംഗറിലെ സീസൺ 5 സെക്കൻഡ് പ്രൈസ് കരസ്ഥമാക്കിയ നിഹാരക്കുട്ടിയാണെന്ന് നമ്മുടെ അതിഥിയായിട്ട് എത്തിയിരിക്കുന്നത്. സ്വാഗതം ചെയ്യാം നിഹാരക്കുട്ടീനെ. ഹലോ, നമസ്കാരം. വെൽക്കം ടു ദ ഷോ. ഫസ്റ്റ് ഓഫ് ഓൾ കൺഗ്രാറ്റ്സ് ഫ്രം ഞങ്ങളുടെ എല്ലാ ക്രൂവിന്റെ വകയായിട്ട് കൺഗ്രാറ്റ്സ് പറയാണ് സെക്കൻഡ് പ്രൈസ് കിട്ടിയതില്. അല്ലേ, എങ്ങനെയുണ്ട്? കപ്പ് വീട്ടിലിരിക്കുന്നുണ്ടോ? കപ്പും കൂടെ കൊണ്ടുവന്നെങ്കിൽ കാണിക്കായിരുന്നു. പറയണ്ടായിരുന്നു. അല്ല, അടുത്ത പ്രാവശ്യം നമുക്ക് കൊണ്ടുവരാം അല്ലേ? എങ്ങനെയുണ്ടായിരുന്നു ആ ഒരു വിന്നിങ് മൊമെന്റ്? മോളുടെ പേര് പെട്ടെന്ന് വിളിച്ചു പറഞ്ഞപ്പോൾ അത് നമ്മൾ അത്രയ്ക്ക് അറിയുന്നില്ലല്ലോ അതിന് മുന്നേ. അപ്പം ഇങ്ങനെ നമ്മൾ എന്താവും എന്നൊക്കെ വിചാരിച്ചിട്ട് എന്തെങ്കിലും ഒന്ന് കിട്ടിയാ മതി, ഫൈനല് വരെ എത്തിയാ മതി. ഫൈനല് വരെ ഉള്ളവരൊക്കെ ഫസ്റ്റ് തന്നെയാണല്ലോ. അതെ, ഫൈനല് വരെ എത്തണമെന്നായിരുന്നു ഫസ്റ്റ് ആ ഒരു ആഗ്രഹം. പിന്നെ കിട്ടിയ പാട്ടുകളെല്ലാം നന്നായിട്ട് പാടണം എന്നുള്ള ഒരു ഇതുണ്ട്. ഫൈനലിലേക്ക് എത്തിയപ്പോഴേക്കും എക്സൈറ്റ്മെന്റ് കൂടിയില്ലേ? അതെ, പക്ഷെ നമുക്ക് ഇന്ന സ്ഥാനം കിട്ടണമെന്നൊന്നുമില്ലായിരുന്നു. ഏതെങ്കിലും ഒരു സ്ഥാനം കിട്ടി, നമുക്ക് പറ്റുന്നത്ര നമ്മള് പാടി നമുക്കൊരു സ്ഥാനം കിട്ടുവാണെങ്കിൽ കിട്ടട്ടെ, പോയാ പോയി എന്നൊക്കെ വിചാരിച്ചു. അങ്ങനെ വിചാരിച്ചിട്ടാ ഉള്ള പാട്ടെല്ലാം പാടിയത്. എനിക്ക് പ്രത്യേകിച്ച് ടെൻഷൻ ഒന്നും ഇല്ല. ഓരോരുത്തർ അമ്മയൊക്കെ വന്നിട്ട് എന്റെ അടുത്ത് പറയും, എന്താ അത് പഠിക്കാത്ത ഇങ്ങനെ എന്നിട്ട് എന്താ പഠിക്കുക. അമ്മയ്ക്ക് ഭയങ്കര ടെൻഷനാ. അമ്മയ്ക്ക് അച്ഛനെ കൂടുതൽ ടെൻഷൻ? അമ്മയ്ക്കുള്ള ടെൻഷൻ. ചാച്ചൻ ഇങ്ങനെ പാട്ട് പഠിച്ചില്ലെങ്കിൽ ഇങ്ങനെ നോക്കും. അപ്പൊ പഠിക്കാൻ അങ്ങനെ തന്നെ അമ്മയാണ് കൂടുതലും ടെൻഷൻ എടുപ്പിക്കുന്നത്. അവിടുത്തെ എല്ലാ പിള്ളേർക്കും അങ്ങനെ തന്നെ. അമ്മമാർക്കാണ് ടെൻഷൻ. ഞങ്ങക്ക് പിള്ളേർക്ക് അത്രയും ടെൻഷൻ കാണില്ല. ഈ പാരന്റ്സ് ആണ് കൂടുതൽ വന്നിട്ട് ഇങ്ങനെ നമ്മളെങ്ങനെ കൂടുതൽ ടെൻഷൻ അടുപ്പിക്കുന്നത്. എന്നിട്ട് അമ്മ എന്താ പറഞ്ഞത് സെക്കൻഡ് കിട്ടിയപ്പോ? ഭയങ്കര ഹാപ്പി ആയിണ്ടാവൂലേ? അത് അപ്പൊ അവിടെ സ്റ്റേജിൽ വെച്ച് പ്രകടിപ്പിക്കാൻ പറ്റത്തില്ലല്ലോ. പിന്നെ എങ്ങനെ പ്രകടിപ്പിച്ച്? കെട്ടിപ്പിടിച്ച് പിന്നല്ലേ അവിടെ വന്നിട്ട് അവിടെ സെക്കൻഡ് എന്ന് അറിഞ്ഞപ്പോഴേ അമ്മയ്ക്ക് കിളി പോയോട്ടെ. അമ്മയുടെ അയ്യോ ഇങ്ങനെ ഞാനാ താങ്ക് യു സർ. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എനിക്ക് ആകെ എന്താ സെക്കൻഡ് പ്രൈസ് നിഹാര്, ഫസ്റ്റ് റണ്ണർ. അപ്പൊ ഞാൻ എന്റെ ചെവി ഫുള്ള് ഇങ്ങനെ നമ്മളല്ലേ പോപ്പർ പൊട്ടൂലേ മറ്റേ, അപ്പൊ ആ പൂക്കുറ്റി കത്തുന്ന സമയത്ത് എന്റെ ചെവിയിൽ ഒരുമാതിരി കീന്നുണ്ട് സാധനം. കേക്കുന്നുണ്ട്. അപ്പൊ എനിക്ക് താങ്ക് യു സാർ എന്ന് പറഞ്ഞിട്ട് ആറരൊക്കെ കാലോട്ടാണ് ഇപ്പൊ പോലും എനിക്ക് ഓർമ്മയില്ല. അതെ, ആ ഒരു മൊമെന്റ് ഭയങ്കര നമുക്ക് അല്ലെ, പെട്ടെന്ന് കേൾക്കുമ്പോൾ ഒരു എക്സൈറ്റ്മെന്റ് ഭയങ്കര രസമാണ്. സ്കൂളിൽ എങ്ങനെയായിരുന്നു? സ്കൂളില് ഇതും കൊണ്ട് പോയപ്പോ ഒരു സെലിബ്രിറ്റി ഇതിലല്ലേ പോയത്? കാരണം അതിന് മുന്നേ നോർമൽ ഇതായിരുന്നു, നിഹാരായിരുന്നു. അത് കഴിഞ്ഞ് പോകുമ്പോ അതിന് മുന്നേ ഞാൻ ഇതുപോലൊരു വൈറൽ സെഗ്മെന്റിലായിരുന്നു. ഈ കോമഡി ഉത്സവത്തില് ആ ഒരു വീഡിയോ ഭയങ്കര വൈറലായിട്ടുണ്ട്. അത് പെട്ടെന്ന് വന്നിട്ട് അത് അന്ന് ആ പാട്ട് ഇറങ്ങിയ സമയത്താ. മറ്റേ എല്ലാരും അത് ആ പാട്ട് ഭയങ്കര ഹിറ്റുള്ള സമയത്താണ്. തല്ലുമാല ഇറങ്ങിയ സമയത്ത്. അപ്പം അത് ആ അങ്കിള് പറഞ്ഞു, ഈ പാട്ടിന്റെ BGM വായിച്ചുതരാ, ഇത് അറിയാവുന്നവർക്ക് പാടാൻ പറഞ്ഞു. ഇങ്ങനെ മൈക്ക് ഇങ്ങനെ കൊണ്ടുവന്നപ്പോ എന്റെ ഫ്രണ്ടിൽ ഇരുന്ന കുറച്ച് ചേട്ടന്മാരൊക്കെ ഉണ്ട്, അവരൊക്കെ കൈ പൊക്കി. അപ്പം പാടാൻ പറഞ്ഞപ്പോ അവർക്ക് പാടാൻ വയ്യ. അപ്പൊ എനിക്കറിയാലോ, ഞാൻ പറഞ്ഞു ഞാൻ പാടാം. എന്താ മൈക്ക് കൊണ്ടുവന്നു. അപ്പൊ ഞാൻ കൈ പൊക്കി. അപ്പൊ മൈക്ക് കൊണ്ടുവന്നു ചേട്ടൻ.
അപ്പൊ അങ്ങനെ പാടി വൈറലായതാ. പിന്നെ എന്നെ സ്റ്റേജിലോട്ട് വിളിച്ച് പിന്നെ കുറെ അങ്കിളുമാരും ആന്റിമാരും ഒക്കെ പൈസ ഒക്കെ നോട്ട് കൊണ്ട് തന്നിട്ട് അന്ന് സ്റ്റാർ സിംഗറിലില്ല. ഇല്ല, അന്ന് പിന്നെ വൈറലായിട്ട് കോമഡി ഉത്സവത്തിലാ പോയത്. അത് കഴിഞ്ഞ് കുറച്ച് ഇന്റർവ്യൂ ഒക്കെ ഉണ്ടായിരുന്നു ഈ വൈറലായ. അപ്പൊ എനിക്കൊരുമാതിരി പേടി, എനിക്കൊന്നും പറയാൻ സംസാരിക്കാൻ ഒന്നും അറിയത്തില്ലായിരുന്നു. അങ്ങനെ ഞാൻ ബബ്ബ അടിച്ചൊക്കെ ഇരുന്നേ. ടോപ്പ് സിംഗറിലേക്ക് എങ്ങനെയാ പിന്നെ മോള് സെലക്ട് ആയത്? ടോപ്പ് സിംഗറിക്ക് ഞാന് 5ാമത്തെ സീസണില് വന്ന് ഞാൻ ഒന്നും പ്രതീക്ഷയൊന്നും ഇല്ലാതായിരുന്നു കയറിയത്. എനിക്ക് കിട്ടത്തില്ല എന്ന് വിചാരിച്ചിട്ടാ കയറിയത്. എനിക്ക് സാധാ പോകുമ്പോഴൊക്കെ ഞാൻ 3 ഓഡീഷനെ കയറിയിട്ടുള്ളൂ. 2ാമത്തെ ഓഡീഷനും, അതായത് 2ാമത്തെ സീസണിന്റെ ഓഡീഷനും, പിന്നെ 3ാമത്തെ സീസണിന്റെ ഓഡീഷനും, 4ാമത്തെ സീസണിന്റെ. പിന്നെ 5ാമത്തേന് പോണോ വേണ്ട കിട്ടത്തില്ല എന്നൊക്കെ വെച്ചിട്ടാ പോയെ. പക്ഷെ അമ്മ പറഞ്ഞു പോയി നോക്ക് കിട്ടുമായിരിക്കും, നോക്കാന്ന് പറഞ്ഞു. അങ്ങനെ പോയതാ. ഏത് പാട്ടാ പാടിയത്? അന്ന് ഓഡീഷന് പാടിയ പാട്ടുകളൊന്നും എനിക്ക് ഓർമ്മയില്ല. അത് കുഴപ്പമില്ല. പിന്നെ ഫൈനൽ ഓഡീഷന് പാടിയത് ഓർമ്മയുണ്ട്. അത് കിളി കിളിയെ കിളി കിളിയെ നീലാഞ്ചന പൈങ്കിളിയെ, പണ്ടത്തെ പാട്ടാ. അത് കഴിഞ്ഞ ഒരു പാട്ടുണ്ട്, കരുണാമയനെ കാവൽ വിളക്കെ. അതിലാണ് ഫൈനലൈസ് ചെയ്തു അല്ലേ? കിട്ടി. ഫൈനലില് പാടി. അല്ല, അപ്പൊ ഞാന് എന്തോ ഒരു തെറ്റില് ഞാന് ഇത് ടോപ്പ് പ്രയോറിറ്റി ലിസ്റ്റില് വെയിറ്റിംഗ് ലിസ്റ്റിലായി. അങ്ങനെ കൊറേ നാൾ അവിടെ, ഒരാഴ്ചയോളം അവിടെ നിന്ന് അവിടെ തന്നെ നിക്കാൻ പറഞ്ഞു. എന്നിട്ട് റിസൾട്ട് അറിയിക്കാൻ പറ്റില്ല. സെലക്ട് ആയവരൊക്കെ ഉണ്ട് അതിന് മുന്നേ സെലക്ട് ആയത്. അപ്പം അങ്ങനെ ഇരുന്ന് ഒരു ദിവസം ഞാന് കുളിച്ചിട്ട് ഇങ്ങോട്ട് ഇറങ്ങി വരിക. അപ്പൊ ഇതുപോലെ കോള് വരുന്നു, ഞാൻ സെലക്ട് ചെയ്യുന്നു. പിന്നെ എല്ലാം വേണം. ഞാൻ ആ കട്ടില് പൊളിച്ചില്ലെന്ന് മാത്രമേ ഉള്ളൂ. സന്തോഷം. പിന്നല്ല, കട്ടിലേക്ക് ഇറങ്ങി ഞാൻ തുള്ളി. ഷീറ്റൊക്കെ എടുത്ത് എറിഞ്ഞ് തലേണൊക്കെ എടുത്ത് എറിഞ്ഞ് ഭയങ്കര തുള്ളലായിരുന്നു. 1 ഇയർ അല്ലെ? 1 ഇയർ ജേണി. ഇപ്പൊ 2-3 ദിവസമായില്ലേ ഇപ്പൊ എല്ലാരും വിട്ട് പിരിഞ്ഞിട്ട്? ഭയങ്കര മിസ്സിംഗ് ആണോ? ഒരു 2 മാസത്തോളമായി. അപ്പൊ ഭയങ്കര ഉണ്ട് ഇപ്പൊ ആ ഒരു ബഹളങ്ങളൊക്കെ കഴിഞ്ഞ് വീട്ടിലിങ്ങനെ. ഇപ്പൊ തന്നെ ഇന്റർവ്യൂവിന് വരുന്ന വഴിക്ക് എനിക്കൊരു കാണണമെന്ന് പറഞ്ഞിട്ടേ എനിക്ക് വിഷമമുണ്ട്. ഭയങ്കര മിസ്സിംഗ്. ഭയങ്കര മിസ്സിംഗ്. കാരണം 1 വർഷത്തോളം ഇവരെ മാത്രല്ലേ കാണുന്നുള്ളൂ, വേറെ ആരും കാണുന്നില്ലല്ലോ. അങ്ങനെ ഇവരുടെ അടുത്ത് മാത്രം ഇങ്ങനെ ഭയങ്കര മിങ്കിളായിട്ടാണ്. വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഒക്കെ ഉണ്ടോ? ഉണ്ട്. ഫുൾ ടൈം അതിലായിരിക്കും. ടോപ്പ് സിംഗർ അൾട്ടിമേറ്റ് ഫ്രണ്ട്ഷിപ്പ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. എത്ര ഗ്രൂപ്പ് ഉണ്ട്? കാരണം അതിന് വേറെ സബ് ഗ്രൂപ്പ് ഉണ്ടാവുമല്ലോ. ഉണ്ട്. ഫാമിലി ഗ്രൂപ്പ് ഉണ്ട്, ടോപ്പ് സിംഗർ ഫാമിലി ഗ്രൂപ്പ് ഉണ്ട്, ലിറ്റിൽ ഏഞ്ചൽസും എല്ലാരും ഉണ്ട്. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങളുടെ ഫൈനലിസ്റ്റും പിന്നെ പണ്ട് ഞങ്ങള് കൂട്ടുകൂടിയ എല്ലാരും പിള്ളേരൊക്കെ മാത്രമായിട്ട് അങ്ങനെ കുറെ പേരുണ്ട്. ടോപ്പ് 5 വരുന്നത് സെബ ടീമൊക്കെ ആയിരുന്നല്ലോ അല്ലേ? സെബ, ഞാന്, ശിവശങ്കർ, പിന്നെ ദേവതീർത്ത്, അർജിത. അവർക്കൊരു ഗ്രൂപ്പ് ഉണ്ടാവും വേറെ? അതിലൊരു ഗ്രൂപ്പ് വേറെ ഉണ്ടാവും. ഞങ്ങൾ എല്ലാരും ഭയങ്കര ഫ്രണ്ട്സാ. സെബേനെ ഇവരൊക്കെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ടാവില്ലേ? ഭയങ്കര മിസ് ചെയ്യുന്നുണ്ട്. പിന്നെ സെബ മാത്രല്ല, അനശ്വരയും മിസ് ചെയ്യുന്നുണ്ട്. എന്തൊരു ഫണ്ണിയസ്റ്റ് ആയിട്ടുള്ള മൊമെന്റ് ഏതായിരുന്നു അവിടെ? മറക്കാനാവാത്ത ഭയങ്കര പൊട്ടിച്ചിരിച്ചൊക്കെ ഉള്ള സംഭവങ്ങള് ഏതെങ്കിലും ഉണ്ടോ? അതെന്ന് പറഞ്ഞാൽ കൊറേ ഉണ്ട്. എല്ലാം കോമഡിയാ. ഞാൻ ടെൻഷൻ അടിച്ചിട്ട്, അതായത് ഈ എലിമിനേഷന്റെ സമയത്ത് എല്ലാവർക്കും ടെൻഷൻ, ഭയങ്കര ടെൻഷൻ. എനിക്ക് പിടിച്ചിരുത്താൻ പറ്റാത്ത ടെൻഷനാ. അതായത് നമ്മള് ഇടിന്ന് എലിമിനേഷനാ, അയ്യോ ഇന്ന് പോ ഞാൻ എന്നിട്ട്. അത് എലിമിനേഷന് മുന്നേ ഓരോരോ പാട്ട് വരും, അതായത് കോമ്പറ്റീഷൻ പാടാൻ. അപ്പം ആ സമയത്ത് നമ്മള് പാടുന്ന ഇടയ്ക്ക് പാടാൻ കൊണ്ട് വിളിക്കും. അപ്പൊ നമ്മള് കയറി ചെല്ലുന്നതിന് മുന്നേ എനിക്ക് മുള്ള മുട്ടും. അപ്പൊ ഇറങ്ങിയോടും. ഇപ്പൊ മുള്ളിട്ട് പിന്നെ വീണ്ടും അങ്ങനെ. ആ സമയത്തൊക്കെ ഭയങ്കര ടെൻഷനായിരുന്നു. പിന്നെ അല്ലാത്ത കോമ്പറ്റീഷനൊക്കെ ടെൻഷനൊന്നും ഇല്ല. അങ്ങനെ ആ ഒരു കോമഡി. പിന്നെ അവിടെ ഒരു മരമുണ്ട്, അതിലാണ് എല്ലാരും എന്നെ പറയുന്ന പ്ലക്ക് പേര് വന്ന്. പിന്നെ വവ്വാല്, അങ്ങനെയൊക്കെ കൊറേ പേരുകൾ കിട്ടി. വീട്ടിൽ വിളിക്കുന്ന പേര് ആത്തു. ഇപ്പൊ ആരും ആത്തു വിളിക്കണ്ടാവില്ല അല്ലെ? ഫ്രണ്ട്സ് ഒക്കെ ഫ്രണ്ട്സ് ഒക്കെ വിളിക്കും. അല്ല, ഇങ്ങനത്തെ കൊറേ എക്സ്ട്രാ കൊറേ പേര് വന്നല്ലോ. എന്നെ വവ്വാലെന്ന് കൂടുതൽ വിളിക്കുന്നത് സബയാ. അതെന്തിനാ വവ്വാലെന്ന് വിളിക്കുന്നത്? അത് കടിക്കുന്നുണ്ട്. സബയുടെ അല്ലേ? സബയെ ശരിക്കും ബുദ്ധിമുട്ടിക്കാറുണ്ട്. അവളെയും കടിച്ചിട്ടുണ്ട്.
അവിടുത്തെ സ്ക്രിപ്റ്റ് റൈറ്റർ അവിടെ ഫുഡൊന്നും തരില്ലേ കഴിക്കാൻ? നല്ല ഫുഡൊക്കെ അതല്ല, പക്ഷെ എന്റെ ലവ് ലാംഗ്വേജ് ഇടയ്ക്ക് വന്ന് നുള്ളർന്ന് ഭയങ്കര ഇഷ്ടമാവുന്നുണ്ടല്ലോ. പക്ഷെ അവളെ നുള്ളി എനിക്ക് തിരിച്ചു കിട്ടും. ആണല്ലേ? അപ്പൊ ഞാനും കൊടുക്കും. അങ്ങോട്ടും ഇങ്ങോട്ടും അടിയാവും. രണ്ട് സെക്കൻഡ് പോലും ആവൂല, പെട്ടെന്ന് ഞങ്ങൾ കൂട്ടാവും. സെബയും മോളും കൂടി ഡാൻസ് ഒക്കെ കളിച്ചിട്ടുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ അല്ലേ? ഒരു സെയിം കോസ്റ്റ്യൂം ഒക്കെ ഡാൻസ് കളിച്ചിട്ടുണ്ടോ? ഇല്ല, പക്ഷെ ഭയങ്കര ഇഷ്ടായി. അത് ഏതൊരു ക്ലാസിക്കൽ ഞാൻ പാട്ടില് സെയിം കോസ്റ്റ്യൂം ഒക്കെ എങ്ങനെ സംഘടിപ്പിച്ചു? ഇൻഡിപെൻഡൻസ് ഡേയുടെ മറ്റേ വൈറ്റ് ഡ്രസ്സൊക്കെ ഇട്ടിട്ട് അതിന്റെ ഷൂട്ടിന് ഞങ്ങള് ഗേൾസിന് എല്ലാവർക്കും ടോപ്പ്, വൈറ്റ് ടോപ്പ് കാണാൻ പറഞ്ഞു. അപ്പൊ എനിക്ക് ഒരേ സൈസ് ടൈപ്പിലെ ഇതാ വാങ്ങിച്ച. അപ്പൊ ഞങ്ങള് ഇതുപോലെ ഒരു റീൽ ഇങ്ങനെ കണ്ടുകൊണ്ടിരുന്നപ്പോ ഇതുപോലെ ഒരു റീൽ കണ്ട് ഡാൻസ് കളിക്കുന്നത്. ഞങ്ങൾ എടുത്തു നോക്കിയത് ഞങ്ങളുടെ തന്നെ ചില എന്തൊക്കെ സ്റ്റെപ്പൊക്കെ ഇട്ടിട്ടുണ്ട്. പക്ഷെ അത് കണ്ടു കഴിഞ്ഞാൽ ആരും പറയില്ല പഠിക്കാത്ത കുട്ടിയാണ് കേട്ടോ. ഡാൻസ് ഞാൻ വിചാരിച്ചു ഡാൻസ് പഠിച്ചിട്ടുണ്ടാവും എന്നുള്ളത്. അപ്പൊ പ്ലാൻ ചെയ്തെടുത്തതാണ്. ഒരു 5 മിനിറ്റ് കൊണ്ട് ആദ്യം ക്യാമറ എടുത്തപ്പോ നല്ല ക്ലാരിറ്റി ആയിരുന്നു, പിന്നെ ഷെയർ ചെയ്ത് കഴിഞ്ഞപ്പോ ക്ലാരിറ്റി കിട്ടില്ല. ജഡ്ജസ് ഒക്കെ എങ്ങനെയായിരുന്നു? ജഡ്ജസ് ഒക്കെ ഭയങ്കര പാവം, എല്ലാരും പാവം. എന്തൊക്കെ ടിപ്സുകളാണ് പറഞ്ഞു തന്നത്? ടിപ്സ് ഒരു നമ്മള് പാടാൻ നേരത്ത് ഞാനിപ്പോ ഈ ഇരുന്ന് ആക്കുന്ന തന്നല്ലേ, അത് എനിക്ക് എപ്പോഴും ഉള്ളതാണ്. അതെനിക്ക് ഈ ടോൺസിലൈറ്റിസ് ഉണ്ട്, അതിന്റെ അല്ലെന്നാ എല്ലാരും പറയുന്നത്. എനിക്ക് അറിഞ്ഞൂടാ എന്തുവാണ്. അത് എനിക്ക് ഈ തൊണ്ടയില് ചിലപ്പോ ഈ സ്ക്രാച്ച് വരും. അപ്പൊ ഞാൻ അത് റെഡിയാക്കാൻ അത് ആക്കാൻ തുടങ്ങി. ഹാബിറ്റായി. അങ്ങനെ അമ്മ ഇനി ആക്കിയാ നിന്നെ അടിക്കും. അതവിടെ ജഡ്ജസ് പറയാറുണ്ടോ? ജഡ്ജസ് അങ്ങനെ പറയാറില്ല. ഞാൻ അവരുടെ മുന്നിൽ ചാക്കൂല, കാരണം അവര് വഴക്ക് പറഞ്ഞ നമുക്ക് മൂടോഫാ. പക്ഷെ ഗ്രൂമേഴ്സ് പറഞ്ഞുതരും. ഗ്രൂമേഴ്സ് എന്തൊക്കെ ടിപ്സാ പറഞ്ഞുതരാ? അവര് പറഞ്ഞു തരുന്നത് എന്താന്ന് വെച്ചാ, നമ്മള് ഇപ്പൊ ഒരു പാട്ട് കിട്ടിയാ അതില് കോൺസെൻട്രേറ്റ് ചെയ്യാനായിട്ട്. കാരണം നമുക്ക് അവിടെ വേറൊരു പണിയില്ലല്ലോ. പഠിക്കൊന്നും വേണ്ട. പക്ഷെ അമ്മയൊക്കെ പറയുന്നത് ഈ പാട്ടിന്റെ കൂടെ പഠിക്കുകയും വേണം. അവിടെ ഞങ്ങൾ തിരിഞ്ഞു പോലും നോക്കത്തില്ല. പുസ്തകം 10 അല്ല, ടീച്ചേഴ്സിനും അറിയാം എന്തായാലും പഠിക്കാൻ പറ്റത്തില്ല അവിടെ വെച്ചിട്ട്. തിരിഞ്ഞു നോക്കത്തില്ലെന്നല്ല, പഠിക്കാൻ പറ്റത്തില്ല. കാരണം എപ്പോഴും പാട്ട് 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 അതിന്റെ പുറകെ ആയിരിക്കും. അപ്പൊ എങ്ങനെ ബാലൻസ് ചെയ്ത് കൊണ്ടുവരുന്ന പഠിത്തം? അത് ഞാൻ ഈ രാത്രിയില് എക്സാമിനർ ഇരുന്ന് കാണും, എക്സാമിനറിന്റെ ക്ലാസ്സിൽ കാണും. അങ്ങനെ കുറച്ചൊക്കെ മനസ്സിലായി. എക്സാമിനറിന്റെ ക്ലാസ് നന്നായിട്ട് മനസ്സിലായി. ഫ്രണ്ട്സ് ഒക്കെ ഹെൽപ്പ് ചെയ്യും. ഫ്രണ്ട്സ് എന്റെ ഇവിടെ സെബയുണ്ട്, അവള് 9th സെയിം ക്ലാസ് ആണ്. അപ്പൊ നിങ്ങള് ഒരുമിച്ചിരുന്നിട്ട് പഠിക്കും? പഠിക്കും. നോട്ടൊക്കെ എഴുതും. അത് മാത്സ് ഒക്കെ ഒരുമിച്ച് കമ്പൈൻ ആയിട്ട് പഠിക്കുമ്പോ. പിന്നെ ഗ്രൂമേഴ്സ് നമ്മൾക്ക് ഈ ഓരോരോ നമ്മള് സംഗതികളൊക്കെ ഇടാൻ വേണ്ടിട്ട് ടിപ്സ് ഒക്കെ പറഞ്ഞുതരും. അതെങ്ങനെയാണ് ഇത് സൗണ്ട് മോഡുലേറ്റ് ചെയ്യുന്നത്, പിന്നെ നമ്മള് എത്ര വരെ തുറക്കണം, മൈക്ക് എങ്ങനെ പിടിക്കണം, എത്ര ഡിസ്റ്റൻസിൽ പിടിക്കണം, പിന്നെ എന്തൊക്കെ എത്രയോ കുറെ നല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഫുഡിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞുതരുമോ? ഫുഡിന്റെ തണുപ്പ് എത്ര കഴിക്കാൻ പാടില്ല അങ്ങനൊക്കെ ഇല്ല. അതെന്തെന്ന് അറിയോ, ശ്യാം സാറും CH സാറും അവര് മെയിനായിട്ട് പറഞ്ഞിരുന്നത് ഫുഡ് നിങ്ങൾ എങ്ങനെങ്കിലും ഒക്കെ ആണെങ്കിലും കഴിച്ചു, പക്ഷെ നമുക്ക് ഹെൽത്തി ആയിട്ടുള്ള ഇത് മാത്രമേ കഴിക്കാവുള്ളൂ. നമുക്ക് വേണ്ടാത്തൊക്കെ വാരി വലിച്ച് കഴിച്ചാൽ ചിലപ്പോ നമ്മുടെ ശബ്ദം വരെ പോകും. ഐസ്ക്രീം ഒക്കെ നമ്മള് ശ്യാം സാറൊക്കെ പറയുന്ന കേൾക്കാം. ശ്യാം സാറൊക്കെ ഐസ്ക്രീം എത്ര കഴിച്ചാലും ശ്യാം സാറിന് സൗണ്ടിനൊന്നും പറ്റില്ല. പക്ഷെ എനിക്ക് അങ്ങനെ തന്നെ, സൗണ്ടിനൊന്നും പറ്റത്തില്ല. പിന്നെ ഈ ടോൺസിലൈറ്റിസ് ഉള്ളതുകൊണ്ട് ഐസ്ക്രീം കഴിക്കാൻ പാടില്ല, പഴം കഴിക്കാൻ പാടില്ല, പിന്നെ പാല്, ബിസ്ക്കറ്റ് കഴിക്കാൻ പാടില്ല. പാക്കറ്റ് ബിസ്ക്കറ്റ് ഇപ്പൊ തീർന്നു. അതൊക്കെ നമുക്ക് പിടിച്ചെടുത്താൻ പറ്റില്ല. പീസൊക്കെ കഴിക്കാം, ഒരു പാക്കറ്റ് ഫുള്ള്. അത് ഇപ്പൊ തൊണ്ട നല്ല സൂക്ഷിക്കേണ്ട സമയത്ത്. പക്ഷെ എനിക്ക് അതൊക്കെ കഴിച്ചാലൊന്നും പറ്റത്തൊന്നുമില്ല. ഇത്രയൊക്കെ ഉള്ളു. പിന്നെ ചിലതൊക്കെ ഞാൻ മറന്നുപോയി.
മറന്നുപോ ഒരുപാട് ദിവസങ്ങളൊന്നും ആയിട്ടില്ലല്ലോ, 2-3 മാസമല്ലേ കഴിഞ്ഞിട്ടായിട്ടുള്ളൂ. അല്ല പക്ഷെ അവിടെ കൊറേ സംഭവങ്ങൾ നടന്നിട്ടുണ്ട്. ഒരുപാട് സംഭവങ്ങൾ ഒരുപാട് സംഭവങ്ങൾ നടന്നിട്ടുണ്ട്. ഒരു സമയത്ത് തന്നെ വേറെ സ്കിപ്പ് ചെയ്ത് പോകും ഓരോരോ സംഭവങ്ങൾ ഇങ്ങനെ. ഈ ലിറിക്സ് തെറ്റാറുണ്ടോ പാടിയപ്പോഴും? തെറ്റിണ്ടോ? പിന്നെ ഇത് നന്നായിട്ട് പറ്റിയിട്ടുണ്ട്. ഒരു പ്രാവശ്യം നല്ലൊരു അബദ്ധം പറ്റിയിട്ടുണ്ട്. ഞാൻ ഒന്ന് കരയൊക്കെ ചെയ്തു. ആദ്യമായിട്ട് ഫ്ലോറിൽ നിന്ന് ഇറങ്ങിയിട്ട് കരയുന്നത്. ഫ്ലോറിൽ വെച്ച് ഞാൻ കരഞ്ഞിട്ടില്ല, പക്ഷെ ഒരു പ്രാവശ്യം കരഞ്ഞിട്ടുണ്ട്. അത് അച്ഛന്റെ ഇത് പറഞ്ഞിട്ട്. അത് അച്ഛൻ മുത്തുമണി തൂവത്തര എന്നുള്ളൊരു പാട്ടുണ്ട്. ആ പാട്ടില് അച്ഛനും മോനും അങ്ങനെയുള്ള ഇതാണ്. ആ ഒരു പാട്ടില് ഞങ്ങളെ ആ ഒരു കെമിസ്ട്രി വന്നോണ്ട് അതൊന്ന് ഓർത്തുപോയി. ചാച്ചൻ എന്താ അപ്പൊ അവരൊക്കെ ചോദിച്ചു ചാച്ചനെക്കാട്ടിലും അമ്മയാണ്, അല്ല അമ്മയെക്കാട്ടിലും ചാച്ചനാണ് ഇഷ്ടം. അപ്പൊ ഞാനൊന്നും പിടിയില്ല, ഞാൻ വേണ്ടിയ അമ്മയ്ക്ക് ചാച്ചനും അങ്ങനല്ല. പക്ഷെ ഞാൻ എല്ലാം അടുത്തടിച്ച് തുറന്നു പറയും, അതുകൊണ്ട് കുഴപ്പമില്ല. ലിറിക്സ് തെറ്റിയ പാട്ട് ഏതായിരുന്നു? ലിറിക്സ് തെറ്റിയത് ശ്രുതിയിൽ നിന്ന് ഉയരും അതായിരുന്നു. ആ പാട്ടിന്റെ പല്ലവി ഫുള്ള് അനുപല്ലവി വരെ കറക്റ്റാക്കി പാടി. അത് കഴിഞ്ഞ് ചരണം വന്നപ്പോഴാ എനിക്ക് കയ്യിന്ന് പോയി. എനിക്കൊന്നും ഓർമ്മയില്ല, ഫുള്ള് ബ്ലാങ്കാ മനസ്സില്, ഒന്നും ഓർമ്മയില്ല. എനിക്ക് മ്യൂസിക് മാത്രം ഇങ്ങനെ ഓർമ്മയുണ്ട്. അയ്യോ ഞാൻ എന്താ എനിക്ക് വരി മനസ്സിൽ വരുന്നില്ല. പിന്നെ ലാസ്റ്റ് എനിക്ക് കൈയൊക്കെ തണുത്തിട്ടേ ലാസ്റ്റ് പിന്നെ ചരണം വന്ന് കേറിയ സമയത്ത് ഞാൻ അല്ലുപല്ലവി എടുത്തിട്ട് പാടി, ലയമായി അതങ്ങ് പാടി. അപ്പം അവരെല്ലാരും അയ്യോ ഇതെന്താ പറ്റിയ റിമി ചേച്ചിക്ക്, അയ്യോ എന്താ നമുക്ക് വരിയൊക്കെ തെറ്റുമ്പോഴേ പാടാൻ നിൽക്കുമ്പോ കൂടുതൽ റിമി ചേച്ചിയുടെ മുഖത്ത് കറക്റ്റ് ടെൻഷൻ കാണാം. അയ്യോ അതെ, അല്ല നമുക്ക് ടെൻഷൻ കൂടില്ല. അത് ഞാൻ ജഡ്ജസിനെ പൊതുവെ നോക്കാറില്ല. അപ്പൊ എനിക്ക് ടെൻഷൻ ഒന്നുകൂടെ കൂടും. പക്ഷെ ആദ്യമൊക്കെ നോക്കാറില്ല ടെൻഷൻ കൂടുമെന്ന് പറഞ്ഞിട്ട്. പിന്നെ കുറെ പാട്ട് വന്നപ്പോ നോക്കാൻ തുടങ്ങി. നോക്കി പാടിയപ്പോ എനിക്ക് ഇച്ചിരിയുടെ കോൺഫിഡൻസ് ആയി. കാരണം നമ്മൾ നല്ല പാടുമ്പോ MG സാറും മധു സാറും ബിന്നി മാമും റിമി ചേച്ചിയൊക്കെ അങ്ങൊക്കെ കാണിക്കും. അപ്പൊ നന്നായിട്ട് പാടുന്നുണ്ട്, ഇനി അടുത്തത് പാടി വരുന്നത് നന്ന പോലെ ആക്കണം എന്നൊക്കെ എഴുതുക. അപ്പൊ നമുക്ക് ഇച്ചിരിയുടെ കോൺഫിഡൻസ് കൂടും. ചിലർക്ക് ജഡ്ജസിനെ നോക്കുമ്പോ കൈ നാഗപ്പോ അവര് ചിലപ്പോ നമ്മള് നന്നായിട്ട് പാടുന്നതായിരിക്കും ഇത് കൊള്ളാന്നായിരിക്കും എഴുതി വെക്കുന്നത്. പക്ഷെ നമ്മൾ വിചാരിക്കുന്ന അയ്യോ തെറ്റി. ചാലഞ്ചിങ് ആയിട്ട് പാടിയ പാട്ട് ഏതായിരുന്നു? ചാലഞ്ചിങ് ഫൈനലില് ഫുള്ള് ടഫായിരുന്നു. ഈ ഒരു മുറൈ വന്ന് പാർത്തായ, പിന്നെ അതിനകത്ത് ജതിയൊക്കെ പാടണം. എനിക്ക് വായൊക്കെ കുഴഞ്ഞൊക്കെ നിന്നിട്ടുണ്ട്. അതെ സത്യം. അത് കഴിഞ്ഞ് ഒരു മുറൈ വന്ന് പാർത്തായ, പിന്നെ ദേവാങ്കണങ്ങൾ കൈയൊഴിഞ്ഞ താരകം, പിന്നെ ആത്മാവിൻ പുസ്തകത്താളിൽ. അത് നല്ല ഫീലുള്ള പാട്ടായിരുന്നു, അതുകൊണ്ട് നമുക്ക് അറിഞ്ഞു പാടാൻ പറ്റി. പിന്നെ ഭയങ്കര റിസ്ക് എടുത്ത് പാടിയത് രാത്രിയൊക്കെ ഇരുന്ന് ഒഴിഞ്ഞിരുന്ന് അത് ഭയങ്കരമായിട്ടിരുന്ന് പഠിച്ചിട്ടുണ്ട്. അത് ഫൈനലിന്റെ സമയത്ത് എന്തെന്നറിയാത്തൊരു ആരാധനയുടെ അതിന്റെ ഹമ്മിങ് എനിക്ക് പറ്റത്തില്ല എന്ന് പറഞ്ഞിരുന്നതാ. സാർ എനിക്ക് പറ്റത്തില്ല സാറേ, ഞാൻ ഗ്രൂമേഴ്സിന്റെ അടുത്ത് എല്ലായിടത്തും പറഞ്ഞു എനിക്ക് പറ്റത്തില്ല, എനിക്കൊന്ന് മാറ്റി തരൂ. വേറെ നിനക്ക് പറ്റാത്ത എന്തുവാ അതൊക്കെ പറഞ്ഞിട്ട് അതെ എല്ലാവരുടെ അടുത്തും ഒരു ഗ്രൂമേഴ്സ് ഇങ്ങനെ നിനക്ക് പറ്റാത്ത ഒന്നുമില്ല, നിനക്ക് പാടാൻ പറ്റും എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ എത്രത്തോളം കോൺഫിഡന്റ് ആക്കാൻ പറ്റുമോ അത്രത്തോളം കോൺഫിഡന്റ് ആക്കിയിട്ട് നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പം ഈ എന്തെന്ന് പറയാത്തൊരു ആരാധനയുടെ പിന്നെ പൂന്തേൻ നേർമൊഴി, അത് രണ്ടും ഞാൻ കഷ്ടപ്പെട്ടിരുന്നു പഠിച്ചു പാടി. എന്നാലും ഫൈനലിൽ പാടിയതിനകത്ത് തെറ്റില്ല എന്ന് പറയാൻ പറ്റത്തില്ല, തെറ്റുണ്ട്. നമുക്ക് ടെൻഷന്റെ ആയിട്ടുള്ളൊരു ഇതൊക്കെ കാണുമല്ലോ, ചെറിയ വിറയലും. ആ ചലഞ്ചിങ് പാട്ട് നമുക്കൊന്ന് 4 വരി പാടാം. എന്തെന്നറിയാത്തൊരാരാധനയുടെ ആരോ
താളം ഞാൻ തേടുകയായിരുന്നു, ഇത്ര നാൾ തേടുകയായിരുന്നു. എന്തെന്നറിയാത്തൊരാരാധനയുടെ ആരോഹണസ്വരം പാടി. എന്താ ഭയങ്കര ടഫ് സോങ് അത് അല്ലേ? ഇപ്പൊ തന്നെ ആകാരം കുറച്ച് വിറച്ചു. അതെ, അതാണ് മറ്റേ ശ്യാം സാറ് പറഞ്ഞിട്ടുണ്ടാവുക, പാടാൻ പറ്റും പിന്നെ എന്തിനാ ടെൻഷൻ അടിക്കുന്നത് എന്നുള്ളത്. പ്രാക്ടീസ് ഭയങ്കര മടിയാണുണ്ടോ? പ്രാക്ടീസ് ചെയ്യാൻ മടിയുണ്ടോ? ചെറുതായിട്ട്. എല്ലാവർക്കും ഒന്നല്ല, എന്നെ പോലുള്ളവർക്ക് എല്ലാരും പറയണ്ടല്ലേ, കുറച്ച് മടി ഉണ്ട്. അത് രാവിലെ നമുക്ക് അമ്മ പറയും രാവിലെ എഴുന്നേറ്റ് പ്രാക്ടീസ് ചെയ്യണം. എല്ലാരും പറയുന്നൊക്കെ 5 മണി 6 മണിയൊക്കെ ആകുമ്പോ സാധകം ചെയ്യണം. ഞാൻ നേരത്തെ സാധകം ചെയ്യായിരുന്നു, പക്ഷെ സംഗീതം പഠിക്കുന്ന സമയത്ത്. എത്ര വയസ്സിൽ പഠിച്ചു സംഗീതം? ഞാൻ 1.5 വർഷമായതുള്ളൂ. 1.5 വർഷമായിട്ടുള്ളൂ. ആ, എന്നിട്ട് ഇത്ര നന്നായിട്ട് പാടുന്നുണ്ടല്ലോ. എന്താ ലേറ്റ് ആയത് പഠിക്കാൻ? കുറച്ച് ലേറ്റ് ആയത് എന്താ പഠിക്കാൻ? അത് ഞാന് അത്രക്ക് നേരത്തെ പാടുമായിരുന്നു പാട്ടൊക്കെ? പാടുമായിരുന്നു, പക്ഷെ അങ്ങനെ ഈ മ്യൂസിക് ക്ലാസ്സിന് വിടണം അങ്ങനത്തെ ഒരു ഇതൊന്നും ഇല്ലായിരുന്നു. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോ വിടണം ഉണ്ടായിരുന്നു. എന്തായാലും ആരാ കണ്ടുപിടിച്ചത് വിട്ടേ പറ്റൂ എന്നുള്ളത്? അമ്മയാണോ അച്ഛനാണോ? അമ്മയും ചാച്ചനും. ചാച്ചനും. പിന്നെ ഞാൻ മറ്റേ ആ വൈറലായ കഴിഞ്ഞിട്ട് എല്ലാരും പഠിക്കുന്നില്ലായിരുന്നു? ഇല്ല, അപ്പോഴും അല്ല, അപ്പൊ പഠിക്കുന്നുണ്ടായിരുന്നു. അതിനു മുന്നേ സംഗീതം പഠിക്കാൻ തുടങ്ങിയത് 1.5 വർഷമായിട്ടേ ഉള്ളൂ. പിന്നെ മുമ്പേ പാടുമായിരുന്നു. ഒരു 3 വയസ്സിലൊക്കെ പാടുമായിരുന്നു അമ്മ പറഞ്ഞിട്ടുണ്ട്. ചെറിയ സമയത്ത് വീഡിയോ ഒക്കെ ഉണ്ട് കയ്യില്. മിനുങ്ങും മിന്നാ മിനുങ്ങേ പാട്ടൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. അന്ന് ഇത് മാത്രമേ പാടിക്കൊണ്ട് നടക്കത്തുള്ളായിരുന്നു. ഒരു ദിവസം അമ്മയില്ലേ, ഞാൻ അംഗനവാടിയിൽ പോയി. എനിക്ക് അംഗനവാടി പോകുന്ന ഇഷ്ടമല്ല, മടിയായിരുന്നു. അമ്മ എന്നെ വലിച്ചടിച്ചുണ്ടാ കൊണ്ടുപോകുന്നത്. കരഞ്ഞിട്ടൊക്കെയാ പോകുന്നത്. അവിടെ ചെന്നിട്ട് ടീച്ചറിന്റെ അടുത്ത് ചെന്ന് എനിക്കൊരു ഒരു പാവാട ഉണ്ട് പിങ്ക് കളറില്. അത് നടന്നു വന്ന വഴിക്ക് ഞാൻ വീണപ്പോ എന്റെ പാവാടയുടെ ഇത് പാവാടയുടെ എലാസ്റ്റിക് കുറച്ച് ഇതായിപ്പോയി, അയഞ്ഞുപോയി. അപ്പൊ അത് അമ്മ ഇത് സെറ്റിപ്പിനൊക്കെ വെച്ചിട്ട് സെറ്റാക്കി തന്നു. ഞാൻ അംഗനവാടിയിലോട്ട് അംഗനവാടിയിലോട്ട് പോയി കഴിഞ്ഞ് അവിടുന്ന് അമ്മ വൈകുന്നേരമായിട്ട് വിളിക്കാൻ വന്നു. അപ്പം എന്നെ കണ്ടില്ല. അപ്പൊ ഞാൻ എന്താന്ന് ചോദിച്ചപ്പോ അവിടുത്തെ ടീച്ചർമാർ പറഞ്ഞ് കുറച്ച് കഴിയുമ്പോ വരും, കൊച്ചിനെ കൊണ്ടൊരു പ്രോഗ്രാമിന് പോയേക്കും. എന്നെ കൊണ്ടൊരു പ്രോഗ്രാമിന് പോയി. എന്നിട്ട് അവിടെ ചെന്ന് ഒറ്റടിക്ക് ഒരു മൈക്കില് ആരെയും സംസാരിക്കാൻ സമ്മതിച്ചില്ല. ഞാൻ 3 പാട്ട് ഒറ്റടിക്ക് അവിടെ പാടി. എന്നിട്ട് പെട്ടെന്ന് എന്നിട്ട് ഒരു 5-6 നോട്ടുമാരും ഒരു ട്രോഫിയും കൊണ്ട് പാവാടയും പിടിച്ചോണ്ട് ഇറങ്ങിയായിരുന്നു വണ്ടിക്ക്. അതാണ് അന്നാണ് അമ്മ പറഞ്ഞത് ഇവള് പാടുമല്ലോ എന്നൊക്കെ വരുന്നത്. അന്ന് ഏത് പാട്ടൊക്കെ പാടിയത്? 3 പാട്ടും. അന്ന് ഇന്നോ ഞാൻ എന്റെ മുറ്റത്തോരറ്റത്, അത് പിന്നെ മിടുക്കൻ മുയലച്ചൻ, പിന്നെ മിനുങ്ങും മിന്നാ മിനുങ്ങേ. അതൊക്കെ വീട്ടില് കേട്ട് പഠിച്ചാണോ ഇരുന്നിട്ട്? പിന്നെ പിന്നെ അത്രയ്ക്കില്ല. ആ 2-3 പാട്ടൊക്കെ മാത്രമേ അറിയത്തുള്ളായിരുന്നു. ഇതിപ്പോ സംഗീതം ഇപ്പൊ പഠിക്കാൻ തുടങ്ങി, കർണാടക തുടങ്ങി? തുടങ്ങി ഒരു വർഷമായി തുടങ്ങിയിട്ട്. എന്നിട്ട് പ്രാക്ടീസിംഗ് ഒക്കെ നടക്കുന്നുണ്ടോ? പക്ഷെ ഇപ്പൊ അവിടെ നിന്ന് പോയിട്ട് വന്നോണ്ട് കുറച്ച് ഇതാ ഫ്ലവേഴ്സിൽ നിന്ന് പോയിട്ട് വന്നോണ്ട് കുറച്ച് റെസ്റ്റ് എടുക്കാന്ന് വിചാരിച്ചു. അതെ, ഒരു 1 ഇയറിന്റെ ഒരു എന്താ പറയാ ഫുള്ള് പ്രാക്ടീസും ഭയങ്കര ക്ഷീണമാണ്. അവിടെ എപ്പോഴും പാട്ടല്ലേ നടക്കുന്നുള്ളൂ, വേറെ ഒന്നും നടക്കുന്നില്ല. പക്ഷെ കളിക്കാനൊക്കെ പറ്റും. അവിടെ പിള്ളേരെല്ലാരും ഉണ്ടല്ലോ, ഈ ലിറ്റിൽ ഏഞ്ചൽസ് അവിടത്തൊക്കെ ചെന്നിട്ട് ചൊറിയാൻ ഭയങ്കര രസമാണ്. കൊച്ചു പിള്ളേരൊക്കെ ഉണ്ട്. ശ്രേഷ്ഠ പറഞ്ഞ കൊച്ചുണ്ട്, അത് ശ്രേഷ്ഠല്ല, കുറെ ലിറ്റിൽ ഏഞ്ചൽസ് ഉണ്ട്. അവരൊക്കെ വന്നിട്ട് എന്റെ അടുത്ത് പറയും നിഹാര ചേച്ചിയുടെ വീട്ടിൽ വിളിക്കുന്ന പേരെന്തോ? ഞാൻ പറഞ്ഞ ആത്തു. അത് പറഞ്ഞ് ആത്തു എന്നല്ലേ, ഞങ്ങള് കുട്ടിക്കുറുമ്പി ചേച്ചിന്ന് വിളിക്കുന്നു. ഓരോരോ ഇട്ടപ്പേരിങ്ങനെ ഇട്ടോണ്ടേ ഇരിക്കും. എന്നിട്ട് അങ്ങനെ അപ്പൊ ഞാൻ അങ്ങോട്ട് ചൊറിയാൻ ചെല്ലും. അപ്പൊ അവരിങ്ങോട്ട് തന്നെ എടുത്തിട്ട് എന്തെങ്കിലുമൊക്കെ അടുക്കിയൊക്കെ ചെയ്യും. അപ്പം ഭയങ്കര ബഹളമാണ്. പക്ഷെ നല്ല മിസ്സിംഗ് ആയിരിക്കും എല്ലാവരും. ഭയങ്കര മിസ്സിംഗ്. ഇപ്പൊ കൊറേ പ്രോഗ്രാംസ് ഇപ്പൊ ചെയ്യുന്നുണ്ടല്ലോ അല്ലെ?
ബാക്ക് ടു ബാക്ക് ഒരു പ്രോഗ്രാംസ് മറ്റേ പാട്ടിന്റെ റെക്കോർഡിങ്സ് ഡിവോഷണൽ സോങ്സ് ഒക്കെ ഡിവോഷണൽ സോങ് ഇപ്പൊ പറഞ്ഞ എന്റെ മ്യൂസിക് സാറിന്റെ ചെയ്തു. അപ്പൊ അതാണ് ഫസ്റ്റ് ചെയ്തത്. എന്റെ മ്യൂസിക് സാറ് അജിത് സാറ് മ്യൂസിക് ചെയ്തത്, ലിറിക്സ് മനോജ് നമ്പൂതിരി സാറ്. ഇത്ര രണ്ടുപേരും ഇത് ചെയ്ത റെക്കോർഡിങ് പാടിയായിരുന്നു. പിന്നെ മൂകാംബിക അമ്മയ്ക്ക് വേണ്ടിട്ട്. പിന്നെ ഏതാ ചെയ്തത്? പിന്നെ ഒരു അയ്യപ്പ ഭക്തി ഗാനം MC ഓഡിയോസിന് വേണ്ടിട്ട് ഞാൻ ചെയ്തു. തേജ് സാറിന്റെ മ്യൂസിക് ഡയറക്ടറിന്റെ അയ്യപ്പ ഭക്തി ഗാനല്ലേ. അപ്പം മൂകാംബിക അമ്മയ്ക്ക് വേണ്ടിട്ടും പാടി, അയ്യപ്പ ഭക്തി സാധനം കൂടി. ഇനിയിപ്പോ അടുത്ത സ്റ്റേജ് ഷോസ് കുറെ ചെയ്യുന്നുണ്ടല്ലോ അല്ലെ? സ്റ്റേജ് ഷോസ് കുറെ ഉണ്ട്. ഭയങ്കര തിരക്കാണ്. ഇതിന്റെ ഇടയിൽ പഠിത്തം എപ്പോഴാണാവോ? അത് സ്കൂളിൽ പോകുമ്പോ മാത്രമേ നടക്കത്തുള്ളൂ. ഞാന് സ്കൂളിൽ പോയിട്ട് ഉച്ച കഴിയുമ്പോ പ്രോഗ്രാം. സത്യം ഞാൻ കഴിക്കാൻ പോലും സമയം കിട്ടില്ല. ഒരു ദിവസം കഴിച്ചോണ്ടിരിക്കുന്ന സമയത്ത് 2 വാ വെച്ചത് അമ്മ വന്നിട്ട് വാ മോളെ പ്രോഗ്രാം. ഞാൻ ടീച്ചറുടെ അടുത്ത് പറഞ്ഞിട്ട് പോയി. ടീച്ചേഴ്സ് ഒക്കെ പാടാൻ പറയോ ക്ലാസ്സിൽ വന്നു കഴിഞ്ഞാ? ഏത് പാട്ടാ പാടുക അപ്പൊ? അപ്പം നമ്മളിപ്പം ഇപ്പോഴത്തെ പിള്ളേരുടെ ജനറേഷൻ അതേതായിരിക്കും പാടാൻ പറ്റില്ല. ക്ലാസ്സിൽ നമ്മള് പഴയ പാട്ടൊക്കെ പാടിയൊക്കെ എന്ത് ശോകം പാട്ടൊക്കെ. പക്ഷെ അത് നമുക്ക് മാത്രമേ ഇഷ്ടപ്പെടുത്തുള്ളൂ. കാരണം നമ്മളെപ്പോഴും അവിടെ നിൽക്കുന്ന സമയത്ത് പഴയ പാട്ടുകൾ മാത്രമല്ലേ പാടിക്കൊണ്ടൊക്കെ. അപ്പൊ അതിന്റെ ഒരു ഇത് നമുക്കറിയാം. നമുക്ക് മാത്രമേ അതൊക്കെ ആസ്വദിക്കാൻ പറ്റുള്ളൂ. സ്കൂളിലെ കുട്ടികൾക്ക് ടീച്ചേഴ്സൊക്കെ പറയുമ്പോ ഏത് പാട്ടാ പാടുക? കണ്ണോട് കണ്ണായിടാ, അത് ആർക്കെല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഫ്രണ്ട്സ് ഒക്കെ പറയുമ്പം അവർക്ക് ഇഷ്ടമുള്ള പാട്ടുകൾ അവർക്ക് ഇപ്പോഴത്തെ ന്യൂ സോങ്സ് ആണോ അതോ പഴയ പാട്ട് പാടാൻ പറയോ? ഫ്രണ്ട്സിന് അവർക്കും ഇപ്പോഴത്തെ ന്യൂ സോങ്സ് ഒക്കെ ഇഷ്ടം. മറ്റേ കണ്ണിൽ കണ്ണിൽ കനവരുന്നത് അതും, പിന്നെ ആരാധികേ, അത്, പിന്നെ വേടന്റെ പാട്ട്, അതൊക്കെ. വേടന്റെ ഒക്കെ എനിക്ക് അത്രയ്ക്കൊന്നും അറിയത്തില്ല, പക്ഷെ അറിയാം ഭയങ്കര വൈബല്ലേ. വേടന്റെ പാട്ടൊക്കെ. ലോക സിനിമയിലത്തെ പാട്ട് പഴയ പാട്ട് ഇപ്പൊ റീക്രിയേറ്റ് ചെയ്തിട്ടുണ്ടല്ലോ, കിളിയെ കിളിയെ. അത് ലോക സിനിമയിലൂടെ അല്ലേ എല്ലാരും അറിഞ്ഞത് പാട്ടുണ്ട്. എല്ലാവർക്കും അറിയണ പാട്ടാണ്, ഭയങ്കര ഫേമസ് ആയിട്ടുള്ള പാട്ട്. ഇപ്പൊ നിങ്ങളുടെ ജനറേഷനൊക്കെ കൂടുതൽ അറിയണത്. ആ പാട്ട് രണ്ടുപേരും പാടാൻ പറ്റുമോ? കിളിയെ കിളിയേ മണിമണി മേഘത്തോപ്പിൽ ഒരു മലനുള്ളാൻ പോകും അഴകിന്നഴകേ. കിളിയെ കിളിയേ മണിമണി മേഘത്തോപ്പിൽ ഒരു മലർന്നുള്ളാൻ പോകും അഴകിന്നഴകേ. ഉയരങ്ങളിലൂടെ പല നാളുകൾ തേടി ഒരു കിന്നാരം മൂളും കുളിരൻ കുളിരേ. ട്രെൻഡിങ് സോങ്. പിന്നെ ക്വീൻ ഓഫ് ദ നൈറ്റ്, അതൊക്കെ. പക്ഷെ അത് ഫുള്ളൊന്നും അറിയത്തില്ല. നമ്മള് പാടി തരാൻ പറയാൻ എനിക്ക് അറിഞ്ഞൂടാ. ഏറ്റവും കൂടുതൽ പാട്ട് ഏത് പാട്ടാ വെറുതെ ഇരിക്കുമ്പോ ഏറ്റവും കൂടുതൽ കേൾക്കണ പാട്ടുകൾ ഏതൊക്കെയാ? പഴയ പാട്ടാണോ പുതിയ പാട്ടുകളാണോ? ഇഷ്ടം പഴയ പാട്ടുകൾ കേൾക്കാനാണോ അതോ പുതിയ ലേറ്റസ്റ്റ്? എന്റെ സ്പോട്ടിഫൈയില് ഇതില് പ്ലേലിസ്റ്റിലൊക്കെ ഫുള്ള് പഴയ പാട്ടുകൾ കുറെ, പിന്നെ പുതിയ പാട്ടുകൾ കുറെ മിക്സ് ആണ്. അല്ല, വേറെ വേറെ പ്ലേലിസ്റ്റ് ആയിട്ടില്ല ഇങ്ങനെ. അങ്ങനെ കുറെ തമിഴ് പാട്ട്. തമിഴ് ഏതാ ഇഷ്ടമുള്ള പാട്ട്? പാട്ടുകളൊക്കെ തമിഴില് ഉയരേ, അത് ഞാൻ പാടിയതാണ് ടോപ്പ് സിംഗറില്. പിന്നെ കണ്ണാളനെ, അത്. പിന്നെ കുറെ പാട്ടുണ്ട്. ഇന്നും കൊഞ്ചം നേരം ഇരുന്നാതാ എന്ന, പിന്നെ നെഞ്ചുക്കുൾ പെയ്തിടുമാ മഴ. ഹിന്ദി പാട്ടുകളൊക്കെ? ഹിന്ദി പാട്ട് തെരെ ബിന ഇഷ്ടാ. പിന്നെ അതാർക്കും മറക്കാൻ പറ്റത്തില്ല. നല്ലൊരു പാട്ടാ അത്. കൊറേ ഉണ്ട് അങ്ങനത്തെ. ഈ ഇപ്പം എന്താ പറയാ ടോപ്പ് സിംഗറില് എന്താ പറയാ വാതിൽ തുറക്കും എന്നുള്ള പാട്ടില് അത് ഭയങ്കര ഫീൽ ആയിട്ട് എനിക്ക് പാടുമ്പോ ഭയങ്കരമായിട്ട് ഇമോഷണലി ഭയങ്കര ഫീൽ ചെയ്തു പാടിയതാണോ? ആ ഒരു സമയത്ത് ഈ നമ്മള് യേശു ക്രിസ്തുവിനെ ഇങ്ങനെ കണ്ണിലിങ്ങനെ കണ്ടോണ്ട് പാടണമെന്ന് പറയത്തില്ല, അതുപോലെ നമ്മളിങ്ങനെ നമ്മള് പ്രാർത്ഥിച്ചോണ്ടാ പാടുന്നേ. അറിയാതെ കണ്ണു നിറഞ്ഞു പോയില്ലേ?
എനിക്ക് തോന്നുന്നു മോളുടെ ഭയങ്കര മെച്ചോർഡ് സിംഗിങ് ആണ്. ആരെല്ലാം പറഞ്ഞിട്ടുണ്ടോ അങ്ങനെ? ഭയങ്കര നമ്മുടെ ഫേസ് കണ്ട കൊച്ചുള്ള സിംഗിങ് ഭയങ്കര മെച്ചോർഡ് ആയിട്ടുള്ളൊരു ഇമോഷൻസും ഫീലിങ്സ് ഒക്കെ പെട്ടെന്ന് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. പക്ഷെ ഇത്ര ലേറ്റ് ആയിട്ട് പാട്ട് പഠിച്ചത് ഇപ്പൊ 1.5 വർഷമായിട്ടുള്ളൂ പാട്ട് പഠിച്ച ഫീലില്ല. ചെറുപ്പം തൊട്ടേ പാട്ട് പഠിക്കുന്ന ഒരാളെ പോലെ. കർണാടക അല്ല, ഹിന്ദുസ്ഥാനി പഠിക്കാൻ ആഗ്രഹം ഉണ്ടോ? ആഗ്രഹമുണ്ട്, പോണം ഇനി. തുടങ്ങിയിട്ടേ ഉള്ളൂ അല്ലേ? തുടങ്ങണം. ഇനി പാട്ടല്ലാണ്ട് വേറെ എന്തൊക്കെ ഹോബീസാ ഉള്ളത്? പാട്ടല്ലാണ്ട് വേറെ ഡാൻസോ അല്ലെങ്കിൽ? ഡാൻസ് കളിക്കാൻ അറിയാം. പിന്നെ പിന്നെ പഠിത്തം, ഡ്രോയിങ് അത്യാവശ്യമൊക്കെ. ഹോബിയാണോ? ഡ്രോയിങ് ചെയ്യും. ചേച്ചിയല്ലേ അല്ലേ? ചേച്ചി പാട്ട് പാടില്ലേ? ചേച്ചി പാട്ട് പാടും. അവള് എന്നെക്കാട്ട് നന്നായിട്ട് പാടും. പക്ഷെ അവൾക്ക് പേടിയാ പ്രശ്നം. എന്താണ് പേടിക്കുന്നത്? ഇപ്പൊ പറഞ്ഞു കൊടുക്കണ്ടേ ചേച്ചി? ഞാൻ എപ്പോഴും പറഞ്ഞു കൊടുക്കും, നീ പേടിക്കാണ്ട് പാട്. അപ്പൊ അവള് പറയാ എനിക്ക് പറ്റത്തില്ല. അവളെന്നെ ഡോന്ന് കളിക്കുന്നത്, ഞാനും ഡോന്ന് കളിക്കുന്നത്. ചേച്ചിന്ന് ഒട്ടും വിളിച്ചിട്ടില്ല, ഇതുവരെ വിളിച്ചിട്ടില്ല. ചേച്ചി എത്രയല്ലേ പഠിക്കുന്നത്? അല്ല സോറി, ഇപ്പൊ ഡിഗ്രി. അവളിപ്പോ ഡിഗ്രി ഫസ്റ്റ് ഇയർ. ഇപ്പം ഡിഗ്രി കഴിഞ്ഞ് നിൽക്കുന്ന ചേട്ടനെ പോയി ഞാൻ എടാന്ന് വിളിക്കണം. 2 ചേട്ടന്മാരുണ്ട് എന്റെ കസിൻസ്. ചേച്ചിനെ ഡോ ഡാന്നൊക്കെയാണ് വിളിക്കുന്നത്. അതെ, ഡാമൊന്നുമില്ല, ഡോഡി ഡോഡി പൊടി. ചേച്ചി പാട്ട് പഠിച്ചിട്ടുണ്ടോ? ചേച്ചി പാട്ട് പഠിച്ചിട്ടില്ല. അവൾക്ക് അങ്ങനെ താല്പര്യമൊന്നുമില്ല. പഠിത്തത്തിലാണ് കൂടുതൽ. ചേച്ചി ഭയങ്കര സപ്പോർട്ടാണ്. ഇപ്പൊ ഒരു പാട്ടുണ്ടല്ലോ, പിന്നെയും പാടണം തോന്നുന്ന പാട്ട് ഏതായിരുന്നു? സ്റ്റേജിൽ ഉണ്ടായിരുന്ന ഈ പാട്ട് എനിക്കൊന്നുകൂടെ പാടണം അങ്ങനെ വല്ല തോന്നിയിട്ടുള്ള പാട്ടുകൾ ഉണ്ടായിരുന്നു? ഉണ്ട്. ഏതാണ്? പിന്നിലാവിൻ പൂവിടർന്നു. അത് പിന്നെയും പാടണം എന്നുണ്ടായിരുന്നു. അത്ര ഇഷ്ടമാണോ പാട്ട്? ഭയങ്കര ഇഷ്ടമാണ് പാട്ട്. ആദ്യമായിട്ട് കണ്ടോട്ട് വാങ്ങിച്ച പാട്ട്, അത്രക്ക് ഇഷ്ടപ്പെട്ടു പാടിയ പാട്ടാണ്. അത് ഇഷ്ടപ്പെട്ട പാട്ടല്ലേ? നമുക്ക് 4 വരി കേൾക്കാം. താമസിക്കാൻ തീർത്തു ഞാൻ രാസകേളി മന്ദിരം, ഓമലേ ഞാൻ കാത്തു നിൽപ്പു നിന്നെ വരവേൽക്കാൻ. താമസിക്കാൻ തീർത്തു ഞാൻ രാസകേളി മന്ദിരം, ഓമലേ ഞാൻ കാത്തു നിൽപ്പു നിന്നെ വരവേൽക്കാൻ. എവിടെ നിൻ പല്ലവി, എവിടെ നിൻ പല്ലവി, എവിടെ നിൻ നോപുരം, ഒന്നു ചേരാൻ മാറോടു ചേർക്കാൻ എന്തൊരുന്മാദം. പിന്നിലാവിൻ പൂവിടർന്നു പൊൻവസന്തം നോക്കി നിന്നു ശാരദേന്ദുമുഖേ നിൻ പ്രേമസായോജ്യം. സംഗതികൾ ഒരുപാടുള്ള പാട്ടാണ് അല്ലേ? കേൾക്കുമ്പോ ഭയങ്കര സുഖം, പക്ഷെ പാടാൻ എന്താ ടഫാ ശരിക്കും പറഞ്ഞ പാട്ട്. അതെ എല്ലാ പാട്ടും നമ്മൾ ശരിക്കും കേൾക്കുമ്പോ ഭയങ്കര സിമ്പിളാണ്. ഇപ്പൊ ഹോബീസിന്റെ നേരത്തെ പറഞ്ഞപ്പോഴാണ് അനുകരണം അല്ലേ? അത് മറച്ചു വെച്ചില്ല, ഒളിപ്പിച്ച് വെച്ചിരിക്കായിരുന്നു. ചോദിക്കല്ലേ എന്ന് പറഞ്ഞിട്ട്. അതെങ്ങനെയായിരുന്നു? അതെങ്ങനെ അവിടെ വന്നിട്ട് പഠിച്ചാണോ അതോ? പഠിച്ചതല്ല, അത് നേരത്തെ ഉണ്ട് കൂടെ തന്നെ. ഇല്ല, നമ്മളിപ്പോ ഒരു കണ്ടന്റ് ഉണ്ടാക്കിയതാ. എന്താ, അതായത് ഞാനൊരു സമയത്ത് അവരൊരു കണ്ടന്റ് തന്നു. അത് ഞാന് ഫ്ലോറിൽ കയറിയപ്പോ പാടുന്നതിന് മുന്നേ ഞാനൊരു വെള്ള ഡ്രസ്സിലായിരുന്നു. അപ്പൊ അനുരാഗ മധുശേഷകം എന്നുള്ളൊരു പാട്ട്, പ്രേതപ്പാട്ടാ. ആ സമയത്ത് പേടിപ്പിക്കുന്ന ഒരു ഇതൊക്കെ ഉണ്ട്, അതൊരു കണ്ടന്റ് ഒക്കെ ക്രിയേറ്റ് ചെയ്തായിരുന്നു. അപ്പൊ അതിന് മുന്നേ ഈ ഇമിറ്റേറ്റ് ചെയ്യുന്ന കാര്യം ആരും പ്രതീക്ഷിച്ചില്ല. അവിടെ ചെന്ന് നിന്നപ്പോ കണ്ടന്റ് ഉണ്ടാക്കുന്ന സമയത്ത് അവിടെ വെച്ചിട്ട് എന്റെ അടുത്ത് ചോദിച്ചു, നീ ഇമിറ്റേറ്റ് ചെയ്യുമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇമിറ്റേറ്റ് ചെയ്യാനൊന്നും ചെയ്തില്ലെന്ന് പറഞ്ഞു. അത് പറഞ്ഞ് MG സാറിനെ ഇമിറ്റേറ്റ് ചെയ്യുക. ഞാൻ പറഞ്ഞു ഇല്ല, എന്നിട്ടാണ് അടിയിട്ട് എന്താ പറഞ്ഞ്, പിന്നെ അടിയൊന്നും കിട്ടത്തില്ല, എന്താ അതിന് നീ ഇമിറ്റേറ്റ് ചെയ്യുമെന്ന് ചോദിച്ചു.
അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് അത്രയ്ക്കൊന്നും വരുന്നില്ല, എന്നാലും ചിരി കേൾപ്പിക്കാൻ പറഞ്ഞു. അപ്പൊ ഞാൻ അങ്ങനെ കേൾപ്പിച്ച്. അപ്പൊ പറഞ്ഞു ഇത് ഫ്ലോറിൽ ചെന്ന് കാണിക്കണം, കാണിച്ചേ പറ്റൂ, അവരൊക്കെ ചിരിപ്പിക്കാൻ ഭയങ്കര ഇതായിരിക്കും വെച്ചിട്ട്. അപ്പം അവിടെ ചെന്നപ്പോ അവരെല്ലാരും ചേച്ചി നീ ആരെ ഇമിറ്റേറ്റ് ചെയ്യുന്നു കേട്ടല്ലോ, റിമി ചേച്ചി ഇമിറ്റേറ്റ് ചെയ്യാൻ പറഞ്ഞു. MG സാറിനെ ഇമിറ്റേറ്റ് ചെയ്യാൻ ഇരുന്നേ. അപ്പൊ റിമി ചേച്ചി ഇമിറ്റേറ്റ് ചെയ്യാൻ പറഞ്ഞു. അപ്പൊ റിമി ചേച്ചി ഇമിറ്റേറ്റ് ചെയ്യാൻ പറഞ്ഞപ്പോ മറ്റേ എന്താ ഉള്ളിൽ കൊതി വിടരും എന്താണ് അത്, അതിന് മറ്റേ അതില്ലേ അതും പിന്നെ ഏതോ രാത്രി മഴ, അത് സൗണ്ട് ഞാൻ അന്ന് ചെയ്തത് കറക്റ്റ് ആയിരുന്നു. അപ്പൊ അതും ചെയ്തു. അത് കഴിയുമ്പോ പറഞ്ഞു ഗുരുവിനെ എന്തെങ്കിലും ഒന്ന് കാണിക്കണമെന്ന്. അത് MG സാറിനെ. അപ്പൊ MG സാർ അപ്പൊ എനിക്ക് ഓർമ്മ ചിരിയുടെ കാര്യം. അപ്പൊ അതങ്ങ് എടുത്തിട്ട് അടിക്കാന്ന് വിചാരിച്ചു. അതെങ്ങനെ അടിച്ചു? അത് ഞാൻ ക്യാരക്ടർ പെർഫോമൻസ് റൗണ്ട് ഉണ്ട്. ആ സമയത്ത് പോക്കിരിക്കാനന്റെ ചുക്ക് കാപ്പിക്ക് എന്ന് പറഞ്ഞൊരു പാട്ടുണ്ട്. അത് ഞാൻ ചുക്ക് കാപ്പിക്ക് വരാൻ കുച്ചു കാപ്പി എന്ന് പറഞ്ഞു പാടിയത്. അങ്ങനെ തെറ്റിപ്പോയി, നാക്ക് കഴിഞ്ഞു പോയി. അപ്പൊ MG സാർ അവിടെ നിന്ന് ചിരിച്ചതാ. ശബ്ദമൊന്നും കേട്ടില്ല, എന്നാലും എനിക്ക് നമുക്കറിയാലോ ചിരി. MG സാർ ഇരുന്ന് ചിരിച്ചാണ്ട് എഴുതിയത്. അങ്ങനെ എനിക്കത് കാണുമ്പോ എനിക്ക് ചിരിക്കാതിരിക്കാൻ പറ്റും, പാട്ട് പാടുന്ന കണക്കൂടെ. അങ്ങനെ അതിലാണ് ഞാൻ പിടിച്ചത്. പിന്നെ വേറെ ജഡ്ജസിന്റെ ഒക്കെ നോക്കിയിരുന്നോ? ഇല്ല ഇല്ല, വേറേത് ബിന്നി മാമിന്റെ ഉണ്ട്, ഗോഡ് ബ്ലെസ് യു. അത് പിന്നെ മധു സാറിന്റെ അതെന്താ സാധനം? അതിങ്ങനെ പാടുമ്പോ ഇങ്ങനെ കണ്ണിങ്ങനെ തെള്ളി വെച്ചിട്ട് കൈയൊക്കെ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ കളിക്കും. മറ്റേ പാട്ട് കേട്ടു സംഗതിയൊക്കെ വരുമ്പോ അല്ലേ? അത് അങ്ങനെയാണ് ഞാൻ അത് തുടങ്ങിയേ. പിന്നെ ഫ്രണ്ട്സിന്റെ അടുത്ത് ആരെങ്കിലും ചെയ്യോ? ഫ്രണ്ട്സിന്റെ അനശ്വര. അനശ്വരയുടെ എന്താ ചെയ്യണം? അവള് അനശ്വരയുടെ അമ്മ പറയും മോളെ പാട്ട് പഠിക്ക്. എന്താ അമ്മ ഇങ്ങനെ പറയും. ഞാൻ പാട്ട് പഠിക്കല്ലേ ഇങ്ങനെ പറയും. പിന്നെ സെബയുടെ ഉണ്ട്. സെബ അവള് എപ്പോഴും ഷയ്യ. അവള് ഇങ്ങനെ പിന്നെ വേറെ ആരില്ല, കൊറേ പേരൊക്കെ ഉണ്ട്. അപ്പൊ ഇതൊക്കെ ഇങ്ങനെ നോക്കി അവരൊക്കെ ഇങ്ങനെ നോക്കി ഇങ്ങനെ ഇരിക്കുന്നു അവരുടെ മാനേഴ്സ്, അവരെങ്ങനെ എന്തൊക്കെയാ ചെയ്യണമെന്നുള്ളതല്ലേ. ഞാൻ വരുമ്പോഴേ ഓരോരുത്തര് പറയും ഇവള് വന്ന് എല്ലാം നോക്കി വെക്കാനാ. എന്നിട്ട് അവളത് സ്റ്റേജിൽ പോയിട്ട് ചിലപ്പോ ചെയ്യുന്നുള്ളത്. ആസിഫ് അലിയും അവരൊക്കെ വന്ന സമയത്ത് എങ്ങനെ ഉണ്ടായിരുന്നു? ആസിഫ് അലി ചേട്ടാ ഭയങ്കര കമ്പനി ആയിരുന്നു എല്ലാവരുടെ. ദിലീപേട്ടൻ വന്ന സമയത്തും ദിലീപേട്ടന് ഭയങ്കര വൈബായിരുന്നു. ദിലീപേട്ടൻ വന്ന സമയത്ത് എങ്ങനെയായിരുന്നു? ദിലീപേട്ടൻ വന്ന സമയത്ത് നമ്മളിപ്പോ എന്തെങ്കിലും ചോദിക്കില്ലേ, അപ്പൊ എന്തെങ്കിലും ചോദിക്കുമ്പം ആൻസറിന്റെ കൂടെ തന്നെ എന്തെങ്കിലുമൊക്കെ തള്ളടിച്ചു വിടും, തമാശയൊക്കെ അടിച്ചിടും. അങ്ങനെ ഫ്ലോറ് ഭയങ്കര ഫുള്ള് വൈബാക്കും. ഭയങ്കര കോമഡി. അതെ, ഭയങ്കര കോമഡിയാ. പുറത്തിറങ്ങിയാലും അങ്ങനെ തന്നെ വൈബാ. ആലപ്പുഴയിലെന്നല്ലേ പറഞ്ഞ സ്ഥലം? ആലപ്പുഴ പള്ളിയാ. അപ്പൊ അവിടെയൊക്കെ നല്ല നല്ല ആലപ്പുഴയിലേക്ക് കൂടുതൽ കിട്ടുന്ന ഫിഷ് അല്ലേ? ഫിഷ് ഐറ്റംസ് ഒക്കെയാണ്. മീന് പ്രോപ്പർ ആലപ്പുഴ അല്ല, കൊല്ലം ബോർഡർ വരും. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ മോൾക്ക് ഇഷ്ടമുള്ള ഫുഡ് ഏതാണ് അപ്പൊ കഴിക്കാൻ? എനിക്ക് മന്തിയാണ് ഇഷ്ടം. പിന്നെ KFC, പിന്നെ കുബൂസ്, മയോണൈസ്. പിന്നെ ജങ്ക് ഫുഡുകളാണ് എല്ലാം ഇഷ്ടം. നാടൻ ഫുഡുകളൊന്നും? നാടൻ പഴങ്കഞ്ഞി ഇഷ്ടം ആണല്ലേ? പഴഞ്ചോറ് അത് തന്നെ എല്ലാവർക്കും ഇഷ്ടമാണ്. ഈ പെർഫോം ചെയ്യാൻ പോണേക്കാട്ട് മുന്നേ എന്തെങ്കിലും കഴിച്ചിട്ടാണോ പോണത്? അത് ലോട്ടിച്ചൊക്കെ കഴിക്കും. അതാണ് കഴിക്കുന്നത്? ബിസ്ക്കറ്റ്, ചോക്ലേറ്റിന്റെ അല്ല എന്റെ തൊണ്ടയ്ക്ക് അത് കൊഫോള് കഴിക്കും. കൊഫോൾ എന്ന് പറഞ്ഞൊരു ആയുർവേദ സാധനം, അത് നല്ല രസമാണ്. വിക്സ് മുട്ടായി പോലെ. ഇപ്പൊ ഈ ബിസ്ക്കറ്റാണ് ഇപ്പൊ കഴിച്ചിട്ട് ബിസ്ക്കറ്റിന്റെ ആരോഗ്യമാണ് ഇപ്പൊ കാണുന്നത്. ബിസ്ക്കറ്റൊക്കെ കുറച്ച് കഴിക്കണ്ടേ? അല്ലേ? എനിക്ക് അങ്ങനെയൊന്നുമില്ല, എല്ലാം കഴിക്കും. ഇപ്പൊ കഴിക്കേണ്ട ടൈമാണല്ലോ. ഇനിയിപ്പോ എന്താണ് മോളുടെ ഫ്യൂച്ചർ ഡ്രീം ഒക്കെ? എന്താ അവിടെ നിന്നാണ് ആഗ്രഹം? അത് നല്ലൊരു പ്ലേബാക്ക് സിംഗർ ആവണം. പിന്നെ അതിന്റെ കൂടെ തന്നെ കളിയാക്കല്ലേ പറയുമ്പോ തന്നെ ചിരിക്കുന്നു.
എനിക്ക് സയന്റിസ്റ്റ് ആണ് ഓ അടിപൊളി അടിപൊളി, നല്ല ആഗ്രഹമാണ്. എനിക്ക് സ്പേസിൽ പോകുന്നത് ഭയങ്കര ഇഷ്ടമാണ്, അവിടുത്തെ കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിട്ട്. ഓ അടിപൊളി. അപ്പൊ നമുക്ക് സ്പേസ്, അടുത്ത പാട്ട് സ്പേസ് അവിടുത്തെ കൊറേ ഈ ഗാലക്സിയുടെ കാര്യങ്ങള് ഭയങ്കര ഇഷ്ടമാണ്. ഭയങ്കര ഇഷ്ടമാണ്, ഇൻട്രസ്റ്റ് ഉള്ളൊരു കാര്യം ആണല്ലേ. ചേച്ചി ഇപ്പൊ എന്താ ചെയ്യണത്? ചേച്ചി ഇപ്പൊ ഡിഗ്രി ഫസ്റ്റ് ഇയർ ആയി. ഡിഗ്രി ഫസ്റ്റ്. ചേച്ചിയുടെ പേരെന്താ? ചേച്ചിയുടെ പേര് അൽഫിയ. അൽഫിയ. ആ പിന്നെ അമ്മയുടെ പേര് അമ്പിളി, അച്ഛന്റെ പേര് സാബു. അച്ഛനും അമ്മയും പാട്ടൊക്കെ പാടുവോ? ആ, അച്ഛനും അമ്മയും പാടും, അമ്മൂമ്മ പാടും, അമ്മയുടെ ചേട്ടൻ പാടും, പിന്നെ എന്റെ കുഞ്ഞാച്ചി പാടും, അമ്മയുടെ ചേച്ചി പാടും, അമ്മയുടെ അനിയത്തി കേട്ടോ കുഞ്ഞാച്ചി, ബിന്ദു കുഞ്ഞാച്ചി, പിന്നെ ഉഷയമ്മ, എല്ലാരും പാടും. അപ്പൊ വെറുതെ അല്ല, അപ്പൊ പിന്നെ പാട്ട് ഇത്രയും വൈകി പഠിച്ചാലും വീട്ടിലെല്ലാരും പാടുന്നോണ്ട് അത് ഓൾറെഡി ഉണ്ട് അല്ലേ? അതുകൊണ്ടാണ് നേരത്തെ ഇങ്ങനെ കൊച്ചിരി നല്ല നല്ല പാട്ടുകളൊക്കെ പാടിക്കൊണ്ടിരുന്നായിരുന്നു. സ്കൂളിൽ പോകുമ്പോ പിള്ളേർ സെൽഫി ഒക്കെ എടുത്ത് തുടങ്ങിയോ? അല്ല, സ്കൂളിൽ ഫോൺ കൊണ്ടുവരാൻ പറ്റില്ലല്ലോ. അല്ല, വേറെ പ്രോഗ്രാംസ് ഒക്കെ പോകുമ്പോ സ്കൂളിലെ എന്തെങ്കിലുമൊക്കെ ഫംഗ്ഷൻ ഒക്കെ വരുന്ന സമയത്ത് പിള്ളേർ, ഞാൻ ഒരു സ്കൂളിൽ കുറെ സ്കൂളിൽ ചെല്ലുമ്പോ പിള്ളേരൊക്കെ വന്നിട്ട് ഓട്ടോഗ്രാഫ് ഒക്കെ എഴുതിക്കൊണ്ടു. ആരാധകരെ ശാന്തരാ ഓട്ടോഗ്രാഫ് ഒക്കെ മേടിച്ച് പുറത്തൊക്കെ പോയിക്കുമ്പോ സെൽഫി ഒക്കെ എടുക്കൂല്ലേ? ഏത് സിംഗറിന്റെ കൂടെ നീ പാടാനാണ് ആഗ്രഹം സ്റ്റേജിലൊക്കെ നിന്നിട്ടൊരു? എനിക്ക് അങ്ങനെ കൊറേ പേരുണ്ട്, സിത്താര മാമ്, ഈ പറഞ്ഞ കൂടി പോ, എംജി സാറിന്റെ കൂടെ പാടണമെന്നുണ്ട്, എല്ലാവരുടെയും കൂടെ പാടണം. എല്ലാവരും കൂടെ പാടണം എന്നുള്ളതുണ്ട്. എല്ലാം നടക്കും. പ്ലേ ബാക്ക് സിംഗിങ് ആണ് ഇഷ്ടം. ഒരുപാട് സിനിമകളിൽ പാടണം എന്നാണ് അല്ലേ? നമുക്കൊരു എന്താ പറയാ, ഇഷ്ടമുള്ളൊരു പാട്ട് നമുക്ക് ഏതായാലും മൈൻഡ് അപ്പ് ചെയ്യാനുള്ള സമയമായി തുടങ്ങി. നമുക്കൊരു ഇഷ്ടമുള്ള പാട്ട് പാടിയാലോ? കാറ്റിന്റെ കയ്യിൽ വെൺതൂവൽ പോലെ താഴ്വാരമാകെ പറന്നലഞ്ഞു, വർണ്ണങ്ങളേഴും ചാലിച്ച മോഹം ഒന്നായി മാറി അലിഞ്ഞു ചേർന്നു, ഒരു മാരിവിൽ തുമ്പിയായി തെളിയുന്നൊരു മഹർഷം, ഒരു രാമഴത്തുള്ളിയായി കുളിരുന്നു നിന്റെ സ്നേഹം, അതിനായി ഞാൻ അലയുന്നു പല ജന്മം. കണ്ണോരം ചിങ്കാരം, കണ്ണോരം ചിങ്കാരം, ഈ പൂവിൽ വന്നു വണ്ടു മൂളവേ. സത്യം പറഞ്ഞ നിർത്താൻ പറയാൻ തോന്നുന്നില്ല. പറഞ്ഞ പാട്ടുകളൊക്കെ ഭയങ്കര സംഗതികൾ നിറഞ്ഞ് കുഴഞ്ഞ് മറിഞ്ഞ് ആയിട്ടുള്ള പാട്ടുകളാണ് പാടിയിരിക്കുന്നത്. അപ്പൊ എന്താണെങ്കിലും ഒരുപാട് പാട്ടുകൾ ഇനിയും പാടിക്കണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ നമുക്ക് സമയം അധികം ഇല്ല. ഈ അടുത്ത എപ്പിസോഡിന് അപ്പോഴേക്ക് 3-4 സിനിമകളൊക്കെ പാടി വരട്ടെ. അപ്പോൾ ഓൾ ദി വെരി ബെസ്റ്റ് ഇനി എല്ലാ അപ്കമിങ് പ്രോജക്ട്സിനും. അപ്പോൾ എല്ലാം പഠിത്തത്തിന് നല്ല മിടുക്കിയായിട്ടിരിക്കട്ടെ. പിന്നെ വലുതായി കഴിഞ്ഞാൽ വലിയൊരു സയന്റിസ്റ്റ് ആവട്ടെ, പ്ലേ ബാക്ക് സിംഗർ ആവട്ടെ. ഓൾ ദി വെരി ബെസ്റ്റ് വിഷസ്. താങ്ക് യു. ഇന്റർവ്യൂവിന് വിളിച്ചത് വളരെ നന്ദി. ഓക്കെ താങ്ക് യു മോളെ. താങ്ക് യു. ബൈ. താങ്ക് യു.